ഇയാൾ വെയിറ്റർ കൊണ്ടുവന്ന സ്റ്റീക്കിലൊന്ന് തൊട്ടു നോക്കി അത് തിരികെ കൊണ്ടുപോകാൻ പറയുന്നു. ആ വെയിറ്ററിന് അതിശയം തോന്നുന്നു. കാരണം അത് ഈ റെസ്റ്റോറന്റിലെ എക്സ്പെൻസീവ് ഡിഷായ വെല്ലിംഗ്ടൺ സ്റ്റീക്ക് ആണ്. അതിന്റെ ടേസ്റ്റ് കാരണം കസ്റ്റമേഴ്സ് ആസ്വദിച്ചാണ് കഴിക്കുന്നത്. അയാളുടെ അതൃപ്തി കണ്ട വെയിറ്റർ ഒന്നും പറയാതെ ആ ഡിഷ് എടുത്തുകൊണ്ട് പോകുന്നു. വെയിറ്റർ പോയതിനു ശേഷമാണ് അയാൾക്ക് ആശ്വാസമായത്. കാരണം അയാളുടെ അടുത്ത് കാശുണ്ടായിരുന്നില്ല. പക്ഷെ അയാൾ ഇവിടേക്ക് വന്നിരിക്കുന്നത് തട്ടിപ്പ് നടത്തി ഫ്രീ ആയി ഫുഡ് കഴിക്കാനല്ല. അയാൾക്ക് വലിയൊരു പ്ലാൻ ഉണ്ട്. വൈകാതെ തന്നെ അയാൾക്ക് രണ്ടാമത്തെ സ്റ്റീക്ക് കൊണ്ടുവന്ന് കൊടുക്കുന്നു. പക്ഷെ ഒരു പ്രാവശ്യം നോക്കുക മാത്രം ചെയ്തിട്ട് അയാൾ അത് വേറെ ഉണ്ടാക്കാൻ പറയുന്നു. ഒരു റെസ്റ്റോറന്റിൽ ഇഷ്ടമാവാത്ത ഫുഡ് തിരിച്ചയക്കുന്നത് നോർമൽ ആയതുകൊണ്ട് ഹെഡ് ഷെഫ് ആദ്യം അത് കാര്യമാക്കുന്നില്ല. പക്ഷെ അയാൾ വീണ്ടും വീണ്ടും ആ ഡിഷ് തിരിച്ചയച്ചുകൊണ്ടിരിക്കുന്നു. ഇത് ഷെഫിന് ദേഷ്യമുണ്ടാക്കുന്നു. അയാൾക്ക് വേണ്ടി പ്രത്യേകം ആ ഡിഷ് തയ്യാറാക്കാൻ തീരുമാനിക്കുന്നു. ഒരു കുറവുമില്ലാതെ പെർഫെക്റ്റ് ആയി തന്നെ ഷെഫ് വീണ്ടും ആ സ്റ്റീക്ക് ഉണ്ടാക്കുന്നു. എന്നിട്ടും അയാൾ അത് വീണ്ടും പ്രിപ്പയർ ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ഇത്തവണ വേറെ വഴിയില്ലാതെ വെയിറ്റർ ഷെഫിനെയും മാനേജറിനെയും വിളിക്കുന്നു. ഉടനെ അയാൾ ആ സ്റ്റീക്കിൽ എന്തൊക്കെ കുറവുകൾ ഉണ്ടായിരുന്നെന്ന് ഷെഫിനോട് പറയുന്നു. ദേഷ്യം വന്ന ഷെഫ് അയാളെ പുറത്താക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അയാൾ ഞാനും ഒരു ഷെഫാണ്, എന്നെ കിച്ചണിൽ കയറാൻ അനുവദിച്ചാൽ അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് കാണിച്ചു തരാമെന്ന് പറയുന്നു. പ്രകോപിതനായ ഷെഫ് അതിന് സമ്മതിക്കുന്നു. കിച്ചണിൽ കയറി അയാൾ ആദ്യം അവിടുത്തെ വൃത്തി പരിശോധിക്കുന്നു. എന്നിട്ട് അയാൾ സ്റ്റൗവിനടുത്തേക്ക് വന്ന് ഒരു പാനിൽ ഫില്ലറ്റ് കുക്ക് ചെയ്യാനായി വെക്കുന്നു. എന്നിട്ട് അതിനു മുകളിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി വിതറുന്നു. അതിനുശേഷം പഫ് പേസ്ട്രിയിൽ ഫോർക്ക് വെച്ച് കുത്തുന്നു. എന്നിട്ട് അതിൽ എഗ് വാഷ് ചെയ്യുന്നു. അതിനകത്ത് 2 സ്ലൈസ് ചീസും വെച്ച് സ്റ്റീക്ക് അതിനകത്ത് വെച്ച് പൊതിയുന്നു. എന്നിട്ട് അതിൽ യെല്ലോ മസ്റ്റാർഡ് പുരട്ടി ഓവനിൽ വെക്കുന്നു. അടുത്തതായി അതിനാവശ്യമായ സോസ് ഉണ്ടാക്കണം. അത് അയാൾക്ക് വലിയൊരു പ്രതിസന്ധിയാണ്. കാരണം ഈയിടയ്ക്ക് അയാൾക്ക് ടേസ്റ്റിംഗ് സെൻസ് നഷ്ടമായി. അതുകൊണ്ട് തന്നെ അതിന്റെ ഇൻഗ്രീഡിയൻസിന്റെ അളവുകൾ കറക്റ്റായി ചേർത്ത് മാത്രമേ അയാൾക്ക് അത് ഉണ്ടാക്കാൻ കഴിയൂ. ഭാഗ്യത്തിന് അയാൾ അതിനാവശ്യമായ റെസിപ്പി ഓർത്തു വെച്ചിരുന്നു. അതിനയാൾ ആവശ്യമായ അളവിൽ ഉപ്പും പഞ്ചസാരയും റെഡ് വൈനും കുരുമുളകും അവസാനം ബട്ടറും ചേർത്ത് വറ്റിച്ചെടുക്കുന്നു. നോക്കുമ്പോൾ അയാൾ വെല്ലിംഗ്ടൺ സ്റ്റീക്ക് റെഡിയാക്കിയിരിക്കുന്നു. അത് ടേസ്റ്റ് ചെയ്തതിനു ശേഷം ഷെഫിന് തന്റെ ജോലി നഷ്ടമാവുമെന്ന് മനസ്സിലാവുന്നു. കാരണം അയാൾ അത് അത്ര ടേസ്റ്റിയായി ഉണ്ടാക്കിയിരിക്കുന്നു. അങ്ങനെ അയാൾ ആ റെസ്റ്റോറന്റിലെ ഹെഡ് ഷെഫായി മാറുന്നു.